ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു വരാൽ ഫ്രൈ ആണ്. വരാലിനെ ചില സ്ഥലത്തൊക്കെ ബ്രാൽ എന്നാണ് പറയണത്. ആക്ച്വലി എൻ്റെ നാട്ടിൽ ബ്രാൽ എന്നാണ് പറയുക കേട്ടോ. ഇംഗ്ലീഷിൽ സ്നേക്ക് ഹെഡ് ഫിഷ് എന്ന് പറയും. പണ്ട് നമ്മുടെ നാട്ടിൽ കുളം വറ്റിക്കുമ്പോഴോ അല്ലെങ്കിൽ പാടത്ത് വെള്ളം നിറഞ്ഞ് വറ്റണ സമയത്താണ് ഈ ബ്രാലിനെ കിട്ടാറുള്ളത്. കുട്ടിക്കാലത്ത് കഴിച്ചതേ ഉള്ളൂ, കുറേ നാളായി അത് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിംഗപ്പൂരിൽ എങ്ങനെയാണ് വരാൽ കിട്ടിയെന്ന്. ആക്ച്വലി ഇവിടെയും കിട്ടും കേട്ടോ. ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഓണത്തിന് മുമ്പാണ് ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയതാണ്. അവിടുത്തെ സീ ഫുഡ് സെക്ഷനിൽ ലൈവ് ഫിഷൊക്കെ കിട്ടും. ഇതാ കണ്ടില്ലേ, ഫിഷ് ടാങ്കിൽ പല ടൈപ്പിലുള്ള ലൈവ് ഫിഷസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് അവർ ഫിഷിനെ പിടിച്ചിട്ട് ക്ലീനും കട്ടൊക്കെ ചെയ്തു തരും. ഏത് ഫിഷ് വാങ്ങിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ കോർണറിലുള്ള ഫിഷ് ടാങ്കിൽ ബ്രാല് കിടക്കണ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 എണ്ണം വാങ്ങിച്ചു. ക്ലീൻ മാത്രമേ ചെയ്യിച്ചുള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. ഫിഷ് പീസസ് ഞാനിനി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ഈ ഫിഷ് ഏകദേശം 1 kg ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇനി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഫിഷ് നമുക്കിനി മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഞാൻ ഫിഷിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നാലേ ആ മസാലയൊക്കെ ഫിഷിൽ ശരിക്കും പിടിക്കുകയുള്ളൂ. 1 hour കഴിഞ്ഞു. ഇപ്പം ഞാൻ ഫിഷ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാണ് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫിഷ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വല്ലാണ്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആ സമയം ഞാൻ അടച്ചു വെച്ചു കേട്ടോ പാൻ. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഓൾറെഡി ഫ്രൈ ആയി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാ ഫിഷ് പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഗാർണിഷൊക്കെ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല, കാരണം ഇവിടെ എല്ലാവരും കൊതിയായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചോറുണ്ണാനായിട്ട് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആക്ച്വലി ഫ്രൈ ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് വരാൽ എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.